ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ജെയിം ജോണിയുടെ ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഈ വരുന്ന 22-ാം തീയതി, അതായത് ജസ്റ്റ് ഒരു എത്ര ദിവസം ഉണ്ട് ഇനിയിപ്പോൾ? 18-ാം തീയതി, 19, 20, 21, 22, 3 അല്ലെങ്കിൽ 4 ദിവസം. 18 ആണെങ്കിൽ 3 ദിവസം, 4-ാമത്തെ ദിവസം ഇവിടെ ഇറങ്ങും. 17 ആണെങ്കിൽ 17 ചാൻസ് ഇല്ല. എനിവേ, അതിന്റെ ട്രെയിലർ വന്നു, അടിപൊളിയായിരുന്നു. പിന്നെ സോങ് വന്നു, ഞാൻ ആദ്യം തെലുങ്കാണ് കണ്ടത്, അടിപൊളിയായിരുന്നു. പിന്നെ പല ഭാഷകളും കണ്ടു, പക്ഷെ മലയാളം കണ്ടപ്പോൾ ഞെട്ടിപ്പോയി. അമ്മാരി കിടിലൻ സോങ് ആയിരുന്നു ആ സൂര്യാങ്കം എന്ന് പറഞ്ഞുള്ള സംഭവം. ഇപ്പൊ ഫൈനലി ദ ഫൈനൽ പഞ്ച് എന്ന് പറഞ്ഞിട്ട് സലാറിന്റെ റിലീസ് ട്രെയിലർ വന്നിട്ടുണ്ട്. നേരെ നമുക്ക് വീഡിയോ കാണാം, എന്നിട്ട് മതി ബാക്കി. ഓക്കെ ഓക്കെ, റെഡി. കുട്ടിക്കാലത്ത് നിന്നോട് പറഞ്ഞ ആ കഥ പേർഷ്യൻ സാമ്രാജ്യത്തിലെ സുൽത്താൻ എത്ര വലിയ പ്രശ്നമുണ്ടായാലും തന്റെ ശക്തമായ സൈന്യത്തെ ആശ്രയിക്കാതെ പരിഹാരം തേടിയത് ഒരാളോട് മാത്രം. എടാ, മെക്കാനിക്കിന് സ്പാനറും റിഞ്ചൊക്കെ ഉപയോഗിക്കാൻ മാത്രമല്ലടാ അറിയുള്ളൂ. ഇവനൊക്കെ ഗണ്ണ് കൊടുത്തിട്ട് വല്ല കാര്യമുണ്ടോ? സോറി ഭായ്, നബീസല്ല ഒരു എൻട്രിയാണ്. സുൽത്താൻ ആഗ്രഹിക്കുന്നത് നടത്തിക്കൊടുത്തവൻ, സുൽത്താന്റെ എതിരാളികളെ നിഗ്രഹിക്കുന്നവൻ. Wait. ആ ശ്രുതിഹാസന അവസാനം ഫൈനലി. I need a drink. Do you have? ഇങ്ങനെയല്ലേ നമ്മുടെ മണ്ണാർ ആർമി ഗേറ്റിനടുത്ത് മാത്രമല്ല, ഖാൻ സാർ മുഴുവൻ ഹൈ അലേർട്ട് ആയിരിക്കാൻ പറയൂ. ഖാൻ സാറിൽ കാൽക്കുലേറ്റർ വെച്ചുള്ള കണക്കുകൂട്ടലുകൾ വില പോവില്ല. ഖാൻ സാർ ചുവന്നെരിയണം. അതുകൊണ്ട് തന്നെയാണ് ഒരു കണക്കുകൂട്ടലിലും പെടാത്ത ഒരുത്തനെയും കൊണ്ടുവന്നത്. എരിയുന്ന കനല് കൊണ്ടായാലും അവരുടെയൊക്കെ ചോര കൊണ്ടായാലും അവന്റെ പേര് അറിയാം ബാബ. ഖാൻ സാർ ഒരുപാട് പേരുടെ കഥ മാറ്റിയിട്ടുണ്ട്. പക്ഷേ ഖാൻ സാറിന്റെ കഥ മാറ്റിയത് രണ്ട് ഉറ്റ സുഹൃത്തുക്കൾ ബദ്ധവൈരികളായി മാറിയപ്പോഴാണ്. എന്റെ അമ്മോ, ഇതാണ് സീരിയസ്ലി മാരകം എന്ന് പറയുന്നത്. ഇതുവരെയുള്ള ഒരു സംഭവം അങ്ങനെ തോന്നിയിട്ടില്ലായിരുന്നു. കുറച്ച് ദിവസം മുമ്പ് പൃഥ്വിരാജിന്റെ ഒരു ഇന്റർവ്യൂ ഉണ്ടായിരുന്നു. കുറച്ച് ദിവസം മുമ്പല്ല, ഇന്നലെ നമ്മൾ അതിന്റെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്. സോ അതില് പുള്ളിക്കാരൻ പറയുന്നുണ്ട്, അദ്ദേഹം ഇതുവരെ ചെയ്തത്, അത് പൃഥ്വിരാജ് ഇതുവരെ അഭിനയിച്ചിട്ടുള്ള സിനിമകളിൽ വെച്ച് ഏറ്റവും വലിയ, അത്രയും ജയന്റ് ഒരു വർക്കാണ്, മാത്രം അത്രയും വലിയ സെറ്റാണ് ഇട്ടിരിക്കുന്നത്. രാമോജിറാവ് ഫിലിം സിറ്റിക്കുള്ളിൽ മറ്റൊരു ഫിലിം സിറ്റി ഉണ്ടാക്കിയിട്ടുണ്ട്, അത്രയും വലിയ സംഭവം ചെയ്തിട്ടുണ്ടെന്ന് പൃഥ്വിരാജ് പറയുന്നുണ്ടായിരുന്നു. സോ അത് വെച്ച് നോക്കുമ്പോൾ അത് മനസ്സിലാക്കിയതിനു ശേഷം ഈ ഒരു സംഭവം കാണുമ്പോൾ വലിയ വലിയ സെറ്റപ്പാണ്. അത് KGF ആയിട്ട് കുറേ ഫീലിംഗ് ഉണ്ട്, ഒറ്റ കുറവേ ഉള്ളൂ. അതായത് KGF എല്ലാവരുടെയും മുഖത്തൊരു മഞ്ഞ കളർ ഉണ്ടായിരുന്നു ആ സ്വർണത്തിന്റെ, ഇതിൽ ഫുള്ളൊരു ചാരം അല്ലെങ്കിൽ വെള്ളി ആ ടൈപ്പ് പരിപാടിയാണ്. അത് മാത്രമുള്ള ഒരു ഡിഫറെന്റ് ആയിട്ട് അത്രയും വലിയ പരിപാടി. പിന്നെ പൃഥ്വിരാജും പ്രഭാസും രണ്ടുപേരും പൊളിയായിരിക്കും, ഒരു രക്ഷ ഉണ്ടാവില്ല. തീർച്ചയായിട്ടും പ്രഭാസിന്റെ കമ്പാക്ക് ആയിരിക്കും. കാരണം അങ്ങനെയാണ് ടീസർ തരുന്നത്, ട്രെയിലർ തരുന്നത്. ഇപ്പോ ഇതിനു മുമ്പ് പ്രഭാസിന്റെ ഒക്കെ വർക്ക് വന്നിട്ടുള്ള ട്രെയിലറും ടീസറും ഒക്കെ കണ്ടാലും നമുക്ക് ഒരു പ്രതീക്ഷയില്ലായിരുന്നു. എനിക്ക് തോന്നുന്നു സാഹോ മാത്രം കുറച്ചെങ്കിലും ഒരു ചെറിയൊരു പ്രതീക്ഷ തന്നിരുന്നത്, പക്ഷെ അതും കൊളായി. അങ്ങനെ നോക്കുമ്പോൾ ഇത് ഭയങ്കര ഒരു വലിയ പ്രൊജക്റ്റ് ആയിട്ടാണ് ഫീൽ ചെയ്യുന്നത്. പൃഥ്വിരാജ് ഈ ഫൈറ്റ് ചെയ്യണ സംഭവങ്ങളൊന്നും ഇതുവരെ കാണിച്ചിട്ടില്ല. പുള്ളിക്കാരൻ ഒരു വില്ലനീസ് ആണല്ലോ. സോ എല്ലാം ദേവനെ കൊണ്ട്
ചെയ്യിപ്പിക്കുന്ന പരിപാടിയാണ്. പക്ഷെ ദേവ എന്ന് പറഞ്ഞ ക്യാരക്ടർ അല്ലെങ്കിൽ പ്രഭാസിന്റെ ഒരു ക്യാരക്ടർ അതൊരു പൊളി തന്നെ ആയിരിക്കും കേട്ടോ. അടിപൊളി ഫൈറ്റ് രംഗങ്ങൾ കാണാൻ പറ്റും. ഒന്നും വേണ്ടതിന് മുമ്പ് വന്നിട്ടുള്ള ട്രെയിലറുള്ള പ്ലീസ് ഐ കൈൻഡ്ലി റിക്വസ്റ്റ് എന്ന് പറയുന്ന സാധനമാണെങ്കിലും ഇതിലുള്ള പല ഡയലോഗ് ആണെങ്കിലും ഒക്കെ കിടിലാണ്. പിന്നെ വലിയ പറയുന്നത് കൻസാർ അല്ലെ, കൻസാറിനുള്ള പേരെന്താണ്, അതിൽ മാറ്റം വന്നത് 2 സുഹൃത്തുക്കൾ അവര് തമ്മിൽ പിരിഞ്ഞപ്പോഴാണെന്ന് പറയുന്നത്, അവര് തമ്മിലുള്ള പ്രശ്നം വന്നപ്പോഴാണെന്ന് പറയുന്നത്. സോ ഇത് അൺപ്രഡിക്റ്റബിൾ എന്ന് പറയുന്ന രീതിയിലുള്ള ഷോട്ടുകളും അങ്ങനത്തെ കുറെ എന്താ പറയാ ഫ്രെയിംസും ഫൈറ്റുകളും കാണാൻ പറ്റുന്നതാണ് വിചാരിക്കുന്നത്. അതിന്റെ അപ്പുറത്ത് കഥയൊക്കെ നമുക്ക് അറിയുന്ന പോലെ തന്നെ ആയിരിക്കും. ഓൾറെഡി അവർ പറഞ്ഞിട്ടുണ്ട് അവർ സുഹൃത്തുക്കളാണ്, അവർ തമ്മിൽ ഭയങ്കര അത്രയും ഫ്രണ്ട്ഷിപ്പാണ്. അത് ആ പാട്ടിലൂടെയും ട്രെയിലറിലൂടെയൊക്കെ നമുക്ക് മനസ്സിലാക്കുന്നുണ്ട് ചെറുപ്പം മുതലുള്ള അവരുടെ ബന്ധം. അതിനുശേഷം അവർ പിരിയുന്നതാണ്, പിന്നെ അവരുടെ ലൈഫിൽ വരുന്ന പ്രശ്നങ്ങളാണെന്നൊക്കെ നമുക്കറിയാം. പക്ഷെ അതിന്റെ മേക്കിംഗ് പ്രശാന്ത് നീൽ എന്ന് പറയുന്ന മനുഷ്യൻ പൊളിക്കും. എനിക്ക് എന്തായാലും ഭയങ്കര എനിക്ക് ഇതുവരെ വന്നതിൽ ഏറ്റവും ബെസ്റ്റ് ഇതാണ്. ഇത് നിങ്ങൾ ട്രെയിലറിലും സോങ്ങിലൊക്കെ നോക്കുകയാണെങ്കിൽ അപ്ഡേറ്റിൽ ഏറ്റവും ബെസ്റ്റ് ഈ റിലീസ് ട്രെയിലർ ആണെന്നാണ് എന്റെ വിശ്വാസം. സോ നിങ്ങൾ തീർച്ചയായിട്ടും കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം എന്താണുള്ളത് മറക്കാതെ കമന്റ് രേഖപ്പെടുത്തുക. ആൻഡ് താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. പിന്നെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ദയവായിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. മറ്റൊരു കാണാം. കാണുന്നവരെ ടാറ്റാ.